രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനാ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനാണ് രാഷ്ട്രപതി തലസ്ഥാനത്ത് എത്തുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. വൈകിട്ട് 4 മണിക്കാണ് നാവികസേനയുടെ ശക്തി പ്രകടനം. ഇവരുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, എത്ര മണിക്കാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്ത് എത്തിച്ചേരുക? വൈകിട്ട് 4 മണിക്കാണ് നാവികസേനയുടെ ശക്തി പ്രകടനം. അപ്പം രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് എത്രത്തോളം ഗതാഗത നിയന്ത്രണങ്ങളടക്കം സുരക്ഷാ ക്രമീകരണങ്ങളടക്കമാണ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്? KP അതീവ സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് തലസ്ഥാനം കടന്നു പോകുന്നത്. ഗതാഗത നിയന്ത്രണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ടോടുകൂടി തലസ്ഥാനത്തെത്തും. 4 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു തലസ്ഥാനത്ത് പറന്നിറങ്ങും. അതിനുശേഷം നാവികസേനയുടെ പരിപാടി നടക്കുന്ന, നാവികസേനയുടെ ശക്തി പ്രകടനം നടക്കുന്ന, നാവികസേനാ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ശംഖുമുഖം കടപ്പുറത്തേക്ക്, ശംഖുമുഖം തീരത്തേക്ക് പ്രത്യേക പവലിയനിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തും. രാഷ്ട്രപതിക്കൊപ്പം തന്നെ വിവിധ സേനകളുടെ തലവന്മാരടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നാവികസേനയുടെ തലവനും ഈ പരിപാടിയിൽ ഔദ്യോഗികമായി ഭാഗമാവുകയും ചെയ്യും. കൂടാതെ കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റ് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിശിഷ്ട അതിഥികളടക്കമുള്ളവർ പങ്കെടുക്കുന്നതായിരിക്കും ഈ നാവികസേനാ ദിനാഘോഷത്തിൻ്റെ, നാവികസേനയുടെ ശക്തി പ്രകടനം എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. നാവികസേന ദിനാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഉച്ചയ്ക്ക് 2 മണി മുതൽ തലസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്യും. രാത്രി 8 മണി വരെ, 6:30 വരെയാണ് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നാവികസേനയുടെ ശക്തി പ്രകടന പരിപാടികളാണ് നടക്കുന്നത്. കരയിലും കടലിലും ഒക്കെ ആ ശക്തി പ്രകടനം ആളുകൾക്ക് കാണാം. ഏകദേശം 8000-ഓളം വരുന്ന പാസ് നൽകിയുള്ള ആളുകൾക്ക് നേരിട്ട് ഈ പരിപാടി കാണാൻ സാധിക്കും. ഒപ്പം തന്നെ വലിയതുറ, ശംഖുമുഖം, വിഴിഞ്ഞം അടക്കമുള്ള കടൽ മേഖലകളിൽ നിന്നും ഒപ്പം തന്നെ കടപ്പുറങ്ങളിൽ നിന്നും ഈ പരിപാടി കാണാമെന്നുള്ളതാണ് നിലവിൽ നാവികസേന അറിയിച്ചിട്ടുള്ളത്. ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒപ്പം തന്നെ പാസ് മുഖേന പരിപാടി വീക്ഷിക്കാനായി എത്തുന്നവരൊക്കെ തന്നെ 4 മണിക്ക് മുമ്പ് തന്നെ ഈ പരിപാടി നടക്കുന്ന ശംഖുമുഖം കടപ്പുറത്ത് പ്രത്യേക വേദിക്കുള്ളിലേക്ക് കടന്നിരിക്കണം എന്നുള്ളതാണ് സേന അറിയിച്ചിട്ടുമുള്ളത്. കൂടാതെ തന്നെ പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാനമുള്ളത്. അതായതിനു ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്ഭവനിലേക്ക് പോകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ തന്നെ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ശംഖുമുഖം വിമാനത്താവളം മേഖലകളിലേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. ഗതാഗത സൗകര്യത്തിനായി KSRTCയുടെ വാഹനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും, വിവിധ ഗ്രൗണ്ടുകളിൽ നിന്നും സജ്ജീകരിച്ചിട്ടുണ്ട്. ശംഖുമുഖത്തേക്കും തിരികെ പരിപാടി കഴിഞ്ഞതിന് ശേഷം മടങ്ങാൻ ഉള്ളവർക്കും ഈ ഗതാഗത മാർഗം മാത്രമായിരിക്കും ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്തായാലും വിവിധ മേഖലകളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് തലസ്ഥാനത്തെത്തി പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. 1-ാം തീയതി ഫുൾ ഡ്രസ് റിഹേഴ്സൽ നാവികസേന പൂർത്തിയാക്കി. രാജ്യത്തിന്റെ അഭിമാനമായ INS വിക്രാന്ത്, INS തരംഗിണി, INS കൊൽക്കത്ത ഉൾപ്പെടെയുള്ള കപ്പലുകൾ, ഒപ്പം തന്നെ വിവിധ ജെറ്റ് വിമാനങ്ങൾ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന നാവികസേനാ ദിനാഘോഷം വീക്ഷിക്കാനായി, ഒപ്പം തന്നെ രാഷ്ട്രപതിയെ സ്വീകരിക്കാനായി തലസ്ഥാനം. KP. Yes.